കോഴിക്കോട് നിന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാവരും മാധ്യമങ്ങളിലും തത്വമയിലൂടെയൊക്കെ പ്രേക്ഷകരും അത് കണ്ടു കാണും. കോഴിക്കോട് ഷാഹിദ് റഹ്മാൻ എന്നുള്ളൊരു നിഷ്ഠൂരൻ അയാളുടെ പങ്കാളിയെ, ഗർഭിണിയായ പങ്കാളി, 8 മാസം ഗർഭിണിയായ പങ്കാളിയെ കൈകാലുകൾ കൂട്ടിക്കെട്ടിയിട്ട് വായിൽ തുണി തിരുകി ചൂടാക്കി ഇസ്തിരിപ്പെട്ടി കൊണ്ട് ശരീരമാസകലം പൊള്ളിച്ച് പീഡിപ്പിച്ചു. എന്നിട്ട് ഈ നിഷ്ഠൂരൻ പുറത്തു പോയ അവസ്ഥയിൽ അയൽക്കാരുടെ സഹായത്തോടുകൂടി ഈ പെൺകുട്ടി ആശുപത്രിയിലെത്തുകയും തുടർന്ന് പരാതി നൽകപ്പെടുകയും ഈ ഷാഹിദ് റഹ്മാൻ എന്ന ക്രൂരനെ മാനസിക രോഗിയോ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടയാളോ ആണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു, പോലീസുകാർ പറയുന്നു. ഈ ക്രൂരനെ, ഈ പിശാചിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വിവരങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ഇതിൽ ഒരു ശ്രദ്ധേയമായ ചില വസ്തുതകളുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞു നിർത്താം. ഒന്നാമത്തെ കാര്യം, ഈ ഷാഹിദ് റഹ്മാൻ എന്ന ഈ പിശാച് പീഡിപ്പിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആ പെൺകുട്ടി, അദ്ദേഹത്തിൻ്റെ പങ്കാളി, അദ്ദേഹത്തിൻ്റെ അല്ല, ആ പിശാചിൻ്റെ പങ്കാളി ഒരു നിയമപരമായിട്ട് നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് ഇയാൾ വിവാഹം ചെയ്ത ഭാര്യയല്ല. അങ്ങനെ ഒരു നിർബന്ധവുമില്ല. ഒരുമിച്ച് നമ്മുടെ ഇന്നത്തെ നിയമങ്ങളനുസരിച്ച് ഒരുമിച്ച് ഒരു പ്രായപൂർത്തിയായ 2 പേർക്ക് ഒരുമിച്ച് കഴിയാം. പങ്കാളി എന്നേ പറയുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതിലും ശ്രദ്ധേയമായൊരു കാര്യം, ഈ പങ്കാളി ഷാഹിദ് റഹ്മാൻ എന്ന ഈ ക്രൂരനോടുള്ള ബന്ധത്തെ ഈ പങ്കാളിയുടെ വീട്ടുകാർ, മാതാപിതാക്കൾ എതിർത്തപ്പോൾ അവരെ എതിർത്ത് 1 വർഷം മുമ്പ് ഇയാളോടൊപ്പം താമസം തുടങ്ങിയ ആളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഇതിൽ, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലുണ്ട്. ഉറപ്പായിട്ടും എടുത്തു നോക്കിക്കോളൂ. ഈ പ്രത്യേക പെൺകുട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ഈ ഷാഹിദ് റഹ്മാനെ പോലുള്ള നിഷ്ഠൂരന്മാരുടെ ഒപ്പം ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളിൽ ഭൂരിഭാഗവും ഒരു ലിബറൽ ചിന്താഗതിയാണ് താൻ എന്ന് കാണിക്കുവാൻ ഒരു വെമ്പലുള്ള പെൺകുട്ടികൾ. ഇപ്പോഴുള്ള പെൺകുട്ടി അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് മാത്രം, ഒരു മുന്നറിയിപ്പ് മാത്രമായിട്ടാണ് പറയുന്നത്. അല്ലാതെ ഈ പെൺകുട്ടി അങ്ങനെയായിരുന്നു, ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയുമല്ല ഒരു തരത്തിലും. കാരണം സഹതാപം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ കുട്ടിയോട്. കാരണം ഇത്തരത്തിലൊരവസ്ഥയ്ക്ക് ആ കുട്ടി വിധേയയായല്ലോ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ, പ്രാർത്ഥനകളും. ഒപ്പം തന്നെ ഇനി മുന്നോട്ട് ഉള്ള പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള നിഷ്ഠൂരന്മാരുടെ പ്രണയത്തിൻ്റെ കുടുക്കിൽ ചെന്ന് പെടുന്ന പെൺകുട്ടികൾ കേരള സ്റ്റോറി പോലുള്ള സിനിമകളെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ പുച്ഛിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളിൽ വരുന്ന ഈ ഷാഹിദ് റഹ്മാനെ പോലുള്ള പിശാചുക്കളുടെ പ്രവർത്തികളുടെ വാർത്തകൾ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഷാഹിദ് റഹ്മാൻ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുപോയി തിരിച്ച് റിമാൻഡ് ചെയ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളെ നോക്കി പുച്ഛത്തിൽ ചിരിച്ച് കൈവീശി കാണിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അതായത് ഇയാൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല, ലഹരിക്ക് അടിമപ്പെട്ടതുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ വളരെ നിസ്സാരവൽക്കരിച്ച് അതിനെ തള്ളിക്കളയാം. പക്ഷേ അങ്ങനെയല്ല വസ്തുതകളെന്നുള്ളത് ഇതിനു മുമ്പുണ്ടായ ഇത്തരം സംഭവങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഷാഹിദ് റഹ്മാന് കൃത്യമായിട്ട് അറിയാം, അയാളെ രക്ഷിക്കാൻ ആളുകൾ കൃത്യമായിട്ട് വരും. ഈ പെൺകുട്ടിയുടെ പിന്നിൽ നിൽക്കാൻ അവരുടെ വീട്ടുകാർ പോലും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. കാരണം ഈ കഴിഞ്ഞ 1 കൊല്ലത്തിനുള്ളിൽ വല്ലാത്തൊരു അകൽച്ച അവർ തമ്മിൽ ഉണ്ടായി കാണുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അല്ലെങ്കിൽ ഈ ഷാഹിദ് റഹ്മാനെ പോലുള്ള ക്രൂരന്മാരത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് അവർ വല വിരിച്ച് ഇരയെ കെണിയിൽ വീഴ്ത്തി പൂർണ്ണമായി അകപ്പെടുത്തുന്നത്. ഇതൊരു പാറ്റേൺ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഈ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞ് കേരള സ്റ്റോറി എന്നുള്ള സിനിമയെ ഒന്നടങ്കം തള്ളിക്കളയുന്നതിന് മുമ്പ്, അതിനെ പുച്ഛിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ലൈക്കും ഷെയറും ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള വരുമാനവും നേടി ഞങ്ങൾ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് ഷാഹിദ് റഹ്മാന്മാരെ പ്രേമിക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ ഷാഹിദ് റഹ്മാന്മാരുടെ കഥകൾ ഒന്ന് പരിശോധിക്കുന്നത്. മാധ്യമങ്ങളിൽ വളരെ പൊതിഞ്ഞ രീതിയിലെ വാർത്തകൾ വരികയുള്ളൂ. പക്ഷേ വരികൾക്കിടയിൽ വായിച്ച് ആ വാർത്തകളിൽ നിന്ന് സത്യം തിരിച്ചറിയുക എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. നമസ്കാരം.